പിണറായി വിജയനെ പറ്റി ഞങ്ങളൊക്കെ എപ്പോഴും പറയാണ്ട് അങ്ങേർക്ക് ഈ ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മറ്റെന്തൊക്കെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക, പല സ്ഥലത്ത് ഓടി നടക്കുക, ഇടയ്ക്ക് വന്ന് കുറെ തള്ളുക എന്നുള്ളതിനപ്പുറം ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന്. ഫ്ലാഷ് ബാക്ക്. RSSന് മുമ്പിൽ വിനീത വിധേയരായി ഇരിക്കാൻ പറഞ്ഞപ്പോൾ കിടന്നു കൊടുക്കുന്ന സമീപനമുള്ള ഈ കോൺഗ്രസ് കേരളത്തിൽ ഇടതുപക്ഷം ശക്തമായിട്ടുള്ളത് കൊണ്ട് NEP എതിർക്കേണ്ട താൽക്കാലിക ഗതികേട് ഏറ്റെടുക്കേണ്ടത് ഈ കോൺഗ്രസ് ഇവിടെ വന്നിരുന്ന ഇന്ത്യ മുഴുവൻ കള്ളത്തരം നടത്തിയിട്ട് ഇവിടെ വന്നിരുന്ന അതിനെ എതിർക്കുന്ന കോൺഗ്രസ് പറയുകയാണ് മുഖ്യമന്ത്രിക്ക് കള്ളനല്ലേ എന്നുള്ളത്. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാലോ, ആങ്കർ എന്ന നിലയിൽ അങ്ങ് പരിഹാസത്തോടു കൂടെ വീണ്ടും പറഞ്ഞു കേന്ദ്രത്തെ നമ്മൾ പറ്റിക്കും. എങ്ങനെ പറ്റിക്കും? പണം വാങ്ങും, കേന്ദ്രം പറയുന്നത് പഠിപ്പിക്കില്ല. ആങ്കർക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഈ പണം കേന്ദ്രത്തിന്റെ പണമാണോ? ഈ പണം എന്റെയും അങ്ങയുടെയും നികുതി പണത്തിന്റെ അവകാശപൂർണ്ണമായ ഓഹരിയാണ്. നമ്മുടെ നാട്ടിൽ SSIയും SSKയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ ജോലിയെടുക്കുന്നവർക്ക് കിട്ടേണ്ട ശമ്പളം ആയിരക്കണക്കിന് കോടി രൂപ ഉമ്മാർ പിടിച്ചു വെച്ചിരിക്കുന്നു. മലയാളിക്ക് നോവേണ്ടതില്ലേ? ഇതൊരു CPIM പ്രശ്നമല്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ശരിയാണ്, അത് അനീതിയാണ്. ഏതൊരു ഉപാധി പറഞ്ഞ് നമ്മുടെ പണം നമ്മൾ ചോദിക്കുന്ന പിച്ച പൈസ അല്ല, നമ്മൾ കൊടുത്ത പണമാണ്. അത് വാങ്ങാനുള്ള മാതൃക തമിഴ്നാട് സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കോടതിയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിൽ 1000 ചില്ലുവാനം കൂടി തമിഴ്നാട് കൊടുക്കാൻ ഉത്തരവായിട്ട് അവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒപ്പിട്ട് പോകലല്ല വഴി, അല്ലാത്ത വഴികളുണ്ട്. ശ്രീ ജെയ്സി തോമസ് അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത് മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് കുഴപ്പങ്ങളുണ്ട്, പക്ഷെ പണമില്ലാത്തതുകൊണ്ട് ആ പണത്തിന് വേണ്ടി ഞങ്ങൾ വഴങ്ങുന്നു, ഞങ്ങൾ മാപ്പിരുന്ന് ഞങ്ങൾ അതിന് ഒപ്പിടുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. കാരണം പണം കിട്ടിയാൽ എന്തും ചെയ്യാം, പണം കിട്ടിയ പണത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളതാണ് പുതിയ CPMന്റെ നയം. അതിരിക്കട്ടെ, സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ മുഖ്യമന്ത്രി ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ? ഈ അദ്ദേഹത്തിന്റെ സർക്കാർ ഈ ഇതിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ പല പ്രാവശ്യം സംസാരിച്ചു, ഞാൻ സംസാരിച്ചു, അതിനുശേഷമാണ് ഒപ്പിട്ടത്. അപ്പോൾ പലതരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തോട് വന്ന് കല്ലുവെച്ച നുണ പറഞ്ഞ നുണയനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അതോ ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ പറ്റിച്ചോ? മകൾക്കെതിരെയും മകനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാ അഴിമതിയും മറച്ചു വെക്കുന്നതിന് വേണ്ടി കേരളത്തിലെ BJPയുടെ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ RSSന്റെ പദ്ധതി നടപ്പാക്കുക. ഹാഷ്മി ഒന്നുകൂടി എഴുതി വെച്ചോ.